കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കളങ്കപ്പെടുത്തുന്ന നടപടി വടകര പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയ യുവജനതാദളിന്റെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും ക്യാമ്പിന് വേണ്ടി സജ്ജമാക്കിയ പന്തലും കസേരകളും തീവെച്ച് നശിപ്പിച്ചവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ വടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RJDയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമായ രാഷ്ട്രീയ യുവജനതാദളിന്റെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും പഞ്ചായത്ത് തല ഏകദിന ക്യാമ്പിന് വേണ്ടി വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴെ സജ്ജമാക്കിയ പന്തലും കസേരകളും കൊടിത്തോരണങ്ങളും കാർപ്പറ്റുകളും മേശയും തീവെച്ച് നശിപ്പിച്ചവരെ 1 മാസം കഴിഞ്ഞിട്ടും പിടികൂടുന്നതിൽ പോലീസ് തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ വിരുദ്ധരായ ഒരു കൂട്ടം ആളുകൾ അവിടെയുള്ള ഓലമേഞ്ഞ കടകളും വീടുകളും എല്ലാം അഗ്നിക്കിരയാക്കിയ ഒരു സംഭവം. അവിടെയുള്ള ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലുള്ള ആളുകൾക്കും അക്കാര്യം അറിയില്ല. വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം നടത്തിയ ഒരു പരിശ്രമമായിരുന്നു അത്. ജനങ്ങളെ അണിനിരത്തി അതിന് നേരിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു നാട് മുഴുവൻ അഗ്നിക്കിരയാവുകയും വർഗീയമായി ഭിന്നിപ്പിക്കപ്പെടുകയും വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായി തികച്ചും ക്രിമിനൽ മനോഭാവമുള്ള ചിലർ നടത്തിയ പ്രവർത്തനമാണ് ഇത് എന്ന് അന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ബഹുമാനിക്കുന്നവരാണ്. ഒരുപക്ഷെ സ്കോട്ട്ലൻഡ് യാർഡിലുള്ള പോലീസുകാരെക്കാൾ സമർത്ഥരായ പോലീസുകാരുള്ള ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിനുള്ളത്. വാദികളായ ആളുകൾ പ്രതികളായി മാറി നിമിഷനേരം കൊണ്ട് അവരെ പൊക്കിയെടുത്ത് കസ്റ്റഡിയിലെടുക്കാൻ കഴിവുള്ളവർ ഇവിടെയുണ്ട്. തെളിയാതെ പോയ കേസുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അജ്ഞാതമായ അപകടങ്ങൾ ഉണ്ടാക്കിയ മാസങ്ങൾക്ക് ശേഷം അവരെ കണ്ടുപിടിച്ച പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവരോടെല്ലാം ഞങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് പ്രതികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നൽകിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഞങ്ങൾ വിശ്രമിക്കാനല്ല, ഞങ്ങൾ സമരമുഖത്ത് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ താഴെ ലെവലിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും സംരക്ഷിക്കാൻ മുതിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ പ്രകടനമായി വന്നപ്പോൾ ഇവിടെ കുറെ ബാരിക്കേഡ് വെച്ചില്ലേ, ഇതെല്ലാം ഞങ്ങൾക്ക് പുല്ലാണ്. ഞങ്ങൾ നേരെ അങ്ങ് കടന്നു ചെല്ലും. ഇവിടുത്തെ ജനതാദളിന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്കതിനെ തടയാനൊന്നും കഴിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് AP അമർനാഥ് അധ്യക്ഷത വഹിച്ചു. എടയത്ത് ശ്രീധരൻ, PP രാജൻ, KP കുഞ്ഞിരാമൻ, ആയാടത്തിൽ രവീന്ദ്രൻ, VP വാസു, വിനോദ് ചെറിയത്ത്, KM പാപ്പു, നീലിയോട്ട് നാണു, PK രഞ്ജിത്ത്, മുണ്ടോളി രവി, മലയിൽ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊടക്കലാണ്ടി കൃഷ്ണൻ, V ബാലകൃഷ്ണൻ, MTK സുരേഷ്, PM വിനോദൻ, നടുക്കുനി രാജൻ, സച്ചിൻ ലാൽ, MTK സുധീഷ്, മലയിൽ രാജേഷ്, OM സിന്ധു, KK ഷിജിൻ, ശ്യാമിൽ ശശി, ഒത്തയോത്ത് പുഷ്പ, KK സിമി, ഷൈന പ്രദോഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.